SLC ബോർഡ് എക്സാമിന് ഇനി 7 ദിവസം കൂടിയുള്ളൂ. സോ അതിൻ്റെ ഒരു സ്റ്റഡി പ്ലാനാണ് നമ്മൾ പറയാൻ പോകുന്നത്. ബിഫോർ ദാറ്റ് നമുക്ക് SLC ടൈം ടേബിൾ നോക്കാം. മാർച്ച് 3 വരുന്നത് ഫസ്റ്റ് ലാംഗ്വേജും, 5 വരുന്നത് ഇംഗ്ലീഷും, 7 വരുന്നത് മലയാളം സെക്കൻഡ് വൺ. സോ ഓരോന്നിനും ഓരോരോ ദിവസം ഗ്യാപ്പ് വരുന്നുണ്ട്. പിന്നെ സോഷ്യൽ സയൻസ് വരുന്നത് മാർച്ച് 10 അതിനൊരു 2 ദിവസം ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ആ 2 ദിവസത്തിനുള്ളിൽ മാക്സിമം പഠിക്കാം. പിന്നെ വരുന്നത് മാർച്ച് 17 ഏകദേശം 7 ദിവസം ഗ്യാപ്പ് ഉണ്ട് മാത്സ് പഠിക്കാനായിട്ട്. അപ്പോൾ മാത്സ് നന്നായിട്ട് ഇരുന്ന് പഠിക്കുക, അത് പ്രോബ്ലം ചെയ്ത് തന്നെ പഠിക്കണം. പിന്നെ മാർച്ച് 19 അതായത് ഒരു ദിവസമേ ഉള്ളൂ, അത് ഹിന്ദി. പിന്നെ 21 മാർച്ചിന് ഏകദേശം 1 ദിവസമുള്ളത്, അതിന് ഫിസിക്സ്. പിന്നെ മാർച്ച് 24 ഏകദേശം 2 ദിവസമുണ്ട്, 22 23, അപ്പോൾ കെമിസ്ട്രി. പിന്നെ 26 മാർച്ചിന് ബയോളജിയാണ് വരുന്നത്. സോ ആദ്യം നിങ്ങൾ എന്തായാലും ഒക്കെ പഠിച്ചിട്ടുണ്ടാവും ഏകദേശം. അപ്പോൾ ഈ ഒരു 7 ദിവസം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കോർ സബ്ജക്റ്റിന് ആദ്യം ഫോക്കസ് ചെയ്യാം. ഇപ്പോൾ മാത്സിൽ അൽജിബ്ര, അരിത്തമാറ്റിക്, ജോമെട്രിക് ഫോർമുലാസ് ഒക്കെ റിവൈസ് ചെയ്യുക. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നെ സോൾവ് ചെയ്യാൻ നോക്കുക, കാരണം പ്രീവിയസ് ഇയറിന് എന്തായാലും ക്വസ്റ്റ്യൻസ് വരും. പിന്നെ ഫിസിക്സ് ഫോക്കസ് ഓൺ ടോപ്പിക്സ് ലൈക്ക് ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിസം ആൻഡ് മോഷൻസ്, 1D 2D ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒക്കെ പഠിക്കാം. പിന്നെ ഓരോരോ പഠിക്കുന്നതിൻ്റെ എടുക്കും ഒരു റിലാക്സേഷൻ ടൈമായിട്ട് 30 മിനിറ്റ്സും, പിന്നെ ചെറിയ എക്സസൈസ് മെഡിറ്റേഷൻ കൊടുക്കുക. നന്നായിട്ട് വെള്ളം കുടിക്കുക. ഓക്കെ, എല്ലാ ദിവസവും നന്നായിട്ട് വെള്ളം കുടിക്കാം. ഡേ 2 വരുന്നത് മലയാളം ഇംഗ്ലീഷ് ലാംഗ്വേജസ് ഒന്നും വൃത്തിയാക്കുക. അതായത് ഇംഗ്ലീഷിൽ ഗ്രാമർ റിവൈസ് ചെയ്യുക, പിന്നെ എസ്സേ റൈറ്റിംഗ്, കോമൺ ഇഡിയോംസ് ഒക്കെ ഒന്ന് സെറ്റാക്കാം. മലയാളത്തിൽ ഇംഗ്ലീഷിലും അതുപോലെ തന്നെ ഗ്രാമർ, ലെറ്റർ റൈറ്റിംഗ്, അൺസീൻ പാസേജസ് ഒക്കെ സെറ്റാക്കാം. പിന്നെ റൈറ്റ് 1 essay ആൻഡ് 1 ലെറ്റർ ഫ്രം പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ. അതായത് ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നിട്ട് എസ്സേയും ലെറ്ററൊക്കെ എഴുതി പഠിക്കാം. പിന്നെ നിങ്ങൾ വാച്ച് മോട്ടിവേഷണൽ വീഡിയോ, അത് ജസ്റ്റ് നിങ്ങൾ കുറച്ച് ഇംഗ്ലീഷ് ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ല വീഡിയോസാണ്. പിന്നെ റെസ്റ്റ് എടുക്കുക നന്നായിട്ട്. പിന്നെ ഡേ 3 വരുന്നത് ബയോളജിയും കെമിസ്ട്രിയാണ്. റിവൈസ് ഡയഗ്രാംസ്, ബയോളജിയിൽ ഡയഗ്രാംസ് നന്നായിട്ട് റിവൈസ് ചെയ്യണം. ലൈഫ് പ്രോസസ്സ്, ഹ്യൂമൻ അനാട്ടമി ഒക്കെ നന്നായിട്ട് പഠിക്കാം. കെമിസ്ട്രിയിൽ ഫോക്കസ് ഓൺ കെമിക്കൽ ഇക്വേഷൻസ്, പീരിയോഡിക് ടേബിൾ, ആസിഡ്സ്, ബേസ്, സാൾട്സ് ഒക്കെ നന്നായിട്ട് റിവൈസ് ചെയ്യാം. പിന്നെ റൈറ്റ് ഡൗൺ അറ്റ്ലീസ്റ്റ് 10 ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻസ്, അതായത് കെമിസ്ട്രിയുടെ റിയാക്ഷൻസ് നന്നായിട്ട് എഴുതി പഠിക്കണം. പിന്നെ ചെറിയ വാക്ക് കൊടുത്ത് നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാം. അതായത് ഈ റിലാക്സേഷൻ എന്ന് പറയുന്നത് എല്ലാ ദിവസത്തേക്കും കോമൺ ആണ്. നന്നായിട്ട് വെള്ളം കുടിക്കുക, എക്സസൈസ് ചെയ്യുക, കുറച്ച് ഉറങ്ങുക, അതൊക്കെ തന്നെ. ഡേ 4 വരുന്നത് സോഷ്യൽ സയൻസും മാത്സ് റിവിഷനുമാണ്. ഹിസ്റ്ററിയും ജോഗ്രഫിയും നന്നായിട്ട് റിവൈസ് ചെയ്യാം. അതായത് ഫ്രീഡം സ്ട്രഗിൾ, കേരള ഹിസ്റ്ററി, ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ നന്നായിട്ട് പഠിക്കാം. പിന്നെ ജോഗ്രഫിയിൽ റിവൈസ് മാപ്സ്, ഇൻഡസ്ട്രീസ് ആൻഡ് എക്കണോമിക് ടേംസ് ഒക്കെ നോക്കുക. പിന്നെ മാത്സിൽ എവിടെ ചെയ്യാനുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ റിലാക്സേഷൻ ടൈം. ഡേ 5 വരുന്നത് ഫുൾ സബ്ജക്ട് റിവിഷൻ ആൻഡ് റൈറ്റിംഗ് പ്രാക്ടീസ് ആണ്. മോർണിംഗ് ക്വിക്ക് റിവിഷൻ ഓൺ കോർ സബ്ജക്റ്റ് ആയില്ല മാത്സും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയും റിവൈസ് ചെയ്യാം. ഉച്ചയ്ക്ക് ഇംഗ്ലീഷ്, എസ്സേയും മലയാളം ലെറ്റർ അങ്ങനെയൊക്കെ. പിന്നെ ഹിന്ദിയും സെറ്റാക്കണം കേട്ടോ, ഹിന്ദി ഇതിൽ എഴുതാൻ മറന്നു വേണ്ടി. പിന്നെ ഈവനിങ് റിവൈസ് ഇമ്പോർട്ടൻറ്റ് സോഷ്യൽ സയൻസ് ആണ്. ഓക്കെ. പിന്നെ ഡേ 6 വരുന്നത് ടേക്ക് ഫുൾ ലെങ്ത് മോക്ക് അണ്ടർ ടൈം കണ്ടീഷൻ, അതായത് ഫുൾ ഏകദേശം റിവൈസ് ചെയ്യാൻ നോക്കുക ഉച്ചക്കും അതുപോലെ തന്നെ. പിന്നെ 7th ഡേ ഞാൻ ഇതിൽ കൊടുത്തിട്ടുള്ളത് ക്വിക്ക് റിവിഷൻ, ഫോർമുലാസ്, ഡയഗ്രാംസ്, ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒക്കെ ഒന്ന് ക്വിക്കായിട്ട് റിവൈസ് ചെയ്യാം. പിന്നെ ഹെവി ആയിട്ടുള്ളത് പഠിക്കുന്ന ഒഴിവാക്കുക, അതൊക്കെ അതിന് മുന്നേ തന്നെ പഠിക്കുക. പിന്നെ ഈ 7th ഡേ ആണ് നിങ്ങൾക്ക് ഈ മലയാളം ലാംഗ്വേജ് 1ൻ്റെ എക്സാം വരുന്നത്. സോ അതൊന്ന് വൃത്തിയായിട്ട് പഠിക്കുക. പിന്നെ അങ്ങോട്ട് ഓരോരോ സബ്ജക്റ്റും നന്നായി അടിപൊളിയായിട്ട് പഠിക്കുക. പിന്നെ എക്സാം അടിപൊളിയായിട്ട് എഴുതുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത് അടുത്ത വീഡിയോസിൽ വരുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.